യു ആർ ജസ്റ്റ് വൺ AI tool away from being jobless. ഇപ്പോൾ ഇത് ഞാൻ പറയാൻ നേരത്തെ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ ഞാനൊരു ട്രെൻഡിങ് ടോപ്പിൽ വീഡിയോ ചെയ്യണം. അതൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ആയിട്ട് ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ടു 1 hour AI സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി അപ്ഡേഷൻസ് നോക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ജോലിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം ഒരു തരത്തിലുള്ള ഒരു ടെക്നോളജിക്കൽ റിസർച്ചോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AI റീപ്ലേസ്മെൻറ്റുകൾ നടക്കുമ്പോൾ, ഹ്യൂമൻ റീപ്ലേസ്മെൻറ്റുകൾ നടക്കാൻ നേരത്ത് മനുഷ്യൻ എന്ത് ചെയ്യും, മനുഷ്യൻ അവരുടെ ഏർണിംഗ് സോഴ്സ് എന്ത് ചെയ്യുന്നു കണ്ടെത്തും, മനുഷ്യൻ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു ആസ് എ ഹ്യൂമൻ നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, AI will never replace anyone, a human using AI will replace. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരോ കമ്പനീസിനും അല്ലെങ്കിൽ ഓരോരോ ബിസിനസ്സുകൾക്കും വളരെ ചീപ്പായിട്ടൊരു 6 to 7 എംപ്ലോയീസിനെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ടൂളുകൾ ഡെയിലി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹിക്സ് വന്ന കാര്യം നിങ്ങൾക്കറിയാം. എത്രയോ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെയും ഇനിയിപ്പോൾ അത് എഫക്റ്റഡ് ആയി തുടങ്ങും. എത്രയോ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഡിസൈനേഴ്സിൻ്റെയും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സിൻ്റെയും ഒക്കെ ജോലി കുറച്ച് പ്രശ്നങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏത് ഫീൽഡിൽ, ഇപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡ് മാത്രമല്ല, ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു AI ടൂൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരോ കമ്പനീസിന് ഇപ്പോൾ 10 times ഉള്ള ഒരു കോസ്റ്റ് ചിലപ്പോൾ ഒരു 1 ടൈമിലേക്ക് ആക്കാൻ പറ്റും. അത് വളരെ പെട്ടെന്നായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കമ്പനീസിന് ഇപ്പോൾ 10 പേര് ചെയ്യേണ്ട പണി ഇപ്പോൾ ഒരു ടൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാര്യം ഒന്ന് കൺവേ ചെയ്യാനാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഒരു ആക്ച്വൽ സൊല്യൂഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബി കെയർഫുൾ, ഡു ദ നീഡ്ഫുൾ.